Hi all. Accounts of non-profit ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നാം കാണുകയുണ്ടായി. നാം ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. From the information given below, prepare receipts and payments account of Banerjee Club, Thrissur for the year ended 31st December 2014. 2014 ഡിസംബർ 31 അവസാനിക്കുന്ന ആ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ബാനർജി ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടി അവർക്ക് ഒരു റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്സ് തയ്യാറാക്കി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഐറ്റവും നമ്മൾ നന്നായിട്ട് കീൻ ഒബ്സർവേഷൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് ഡെബിറ്റ് സൈഡിലെ റിസീപ്റ്റ്സും ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ പേയ്മെൻറ്റ്സുമാണ് കാണിച്ചിരിക്കുക. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമായിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓരോ ഐറ്റവും റിസീപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ നേരെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അക്കൗണ്ടിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ ആദ്യം തന്നിരിക്കുന്നു ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഇത് ഈ പറയുന്ന ബാനർജി ക്ലബിൻ്റെ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവരുടെ കയ്യിലുള്ള മിച്ച തുകയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തുകയാണ് തന്നിരിക്കുന്നത്. 450 റുപ്പീസ് ഉണ്ടായിരുന്നു ക്യാഷായിട്ട് കയ്യിലായിട്ട്. പിന്നീട് ബാങ്കിൽ 1200 രൂപ തുടക്കത്തിലെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഈ രണ്ട് ഐറ്റവും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് റെസീപ്റ്റിൻ്റെ സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഓരോ ഐറ്റവും ഞാൻ പറയുമ്പോൾ നിങ്ങളത് ചെയ്യേണ്ട കാര്യം ബ്രാക്കറ്റിലിട്ട് എഴുതുക എന്നുള്ളത് മാത്രം മതി. സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു റെസീപ്റ്റാണ്. ബ്രാക്കറ്റിൽ 6 എന്ന് കൊടുക്കാം. ഡൊണേഷൻസ് നമുക്ക് ലഭിച്ചത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരു റെസീപ്റ്റിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം, 6 എന്ന് കൊടുക്കാം. എൻട്രൻസ് ഫീസ് അനദർ റെസിപ്റ്റ് ആണ്, അതും നമുക്ക് 6 എന്ന് പറഞ്ഞ് കൊടുക്കാം. റെൻറ്റ് ഫ്രം ക്ലബ് ഹാൾ, ക്ലബിനൊരു ഹാൾ ഉണ്ടായിരുന്നു, ആ ഹാള് വാടകയ്ക്ക് കൊടുത്തു, അതിൽ നിന്ന് കിട്ടിയ വരുമാനം അനദർ റെസിപ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി ചാർജസ്, ഇത് നാം കൊടുത്ത ചാർജസ് ആണ്. സോ ഇതൊരു പേയ്മെൻറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്, ഇതിൻ്റെ ബ്രാക്കറ്റിൽ പി എന്ന് കൊടുക്കാം. ടാക്സസ് എന്ന് പറയുന്നത് പേയ്മെൻറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ സാലറീസ് ആൻഡ് വേജസ്, ഇത് രണ്ടും പേയ്മെൻറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ ഹോണററിയം ടു സെക്രട്ടറി പേയ്മെൻ്റ് ആണ്, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഇൻകമാണ്. സോ നമ്മൾ റിസീപ്റ്റ് കോളത്തിലായിരിക്കും കാണിക്കുക. ബ്രാക്കറ്റിൽ 6 എന്ന് കൊടുക്കാം. ഇനിയുള്ള ഓരോ ഐറ്റം നിങ്ങൾ നോക്കുക. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്സ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ഇവ മൂന്നും പേയ്മെൻറ്റിൻ്റെ സ്വഭാവമുള്ള ഐറ്റംസ് ആണ്. സോ മൂന്നും പേയ്മെൻറ്റിൻ്റെ സൈഡിലാണ് വരുന്നത്. ദെൻ ഇൻഷുറൻസ് പ്രീമിയത്തിന് ശേഷം ലോക്കർ റെൻറ്റ് റിസീവ്ഡ്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചാൽ നമുക്കത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അതൊരു ഇൻകമാണ്, റിസീപ്റ്റ് ആണ്. സോ ലോക്കർ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് റിസീപ്റ്റ് കോളത്തിലാണ് വരുന്നത്. അവസാനമായിട്ട് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്ലോസിങ്ങിലെ ബാലൻസ് എന്ന് പറയുന്നത് 1350 രൂപ കയ്യിൽ ക്യാഷായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ശരിക്കും എൻ്റർ ചെയ്യേണ്ടത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്സിൻ്റെ ക്ലോസിങ്ങിൻ്റെ സൈഡിൽ, അതായത് ഓപ്പണിംഗ് എവിടെയാണ് എഴുതിയ എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ എൻട്രി എഴുതുന്നത്, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ റെസീപ്റ്റ്സും കൂട്ടി ആ ടോട്ടൽ ഫിഗറിൽ നിന്ന് പേയ്മെൻറ്റ്സിൻ്റെ വാല്യൂ ഒഴിവാക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഫിഗറിന് നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക് എന്നാണ് വിശേഷിപ്പിക്കുക. അതായത് നമുക്ക് തുടക്കത്തിലെ ഈ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ക്ലോസിങ്ങിലും ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും കാണിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ജേർണിയാണ് ഈ പെർട്ടിക്കുലർ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാ ഐറ്റംസും എവിടെയാണ് വരുന്നതെന്ന് പറയുകയുണ്ടായി. ആ ഐറ്റംസുകൾ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഞാൻ ഓരോ ഐറ്റവും ഓൾറെഡി പോസ്റ്റ് ചെയ്തൊരു ഇത് കിടക്കുന്നുണ്ട്. സോ ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളത് നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി നോക്കുക.
ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തിയ റെസീപ്റ്റ്സിനകത്ത് വരുന്ന എല്ലാ ഐറ്റംസുകളും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് അതേപടി ഈ അക്കൗണ്ടിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ബ്രാക്കറ്റിൽ ഇടാൻ പറഞ്ഞ ഓരോ ഐറ്റവും, പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞും റിസീപ്റ്റ്സ് എന്ന് പറഞ്ഞും ഇടാൻ പറഞ്ഞ ഓരോ ഐറ്റംസും ഇപ്രകാരം നമ്മൾ എൻ്റർ ചെയ്തു. നിങ്ങൾ നോക്കുക, ഇലക്ട്രിസിറ്റി, ടാക്സസ്, സാലറീസ് ആൻഡ് വേജസ്, ഓണറേറിയം, പ്രിൻറ്റിങ്, പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്, ഇൻഷുറൻസ്, എല്ലാ എക്സ്പെൻസുകളും അല്ലെങ്കിൽ എല്ലാ പേയ്മെൻറ്റ്സുകളും അവിടെ കൊടുത്തു, എല്ലാ റിസീപ്റ്റ്സുകളും ഇവിടെ കാണിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, കംപ്ലീറ്റ് റിസീപ്റ്റ്സും കംപ്ലീറ്റ് പേയ്മെൻറ്റ്സും വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ റിസീപ്റ്റ് കോളം ടോട്ടൽ ചെയ്യും. നോർമൽ സെൻസിൽ എപ്പോഴും റിസീപ്റ്റ് കോളത്തിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യുക, രണ്ട് സൈഡും ഒന്ന് ടോട്ടൽ ചെയ്താലും കുഴപ്പമില്ല. ഏറ്റവും ഉയർന്ന വാല്യൂ ഏതാണെന്ന് കണ്ടെത്തുക. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് റിസീപ്റ്റ് സൈഡിലെ വാല്യൂ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 9590 ആണ്. 9590 ആണ് കിട്ടുന്നത്. ഇനി പേയ്മെൻറ്റ് സൈഡിലോട്ട്, അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുന്ന പ്രൊസീജിയർ നോർമൽ ബാലൻസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. സോ 9590 എന്ന് പറയുന്ന ഫിഗർ രണ്ട് സൈഡിലും നമ്മൾ പ്ലേസ് ചെയ്തു. 9590 എന്ന് പറയുന്ന ഫിഗർ നമ്മൾ രണ്ട് സൈഡിലും എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ട ടോട്ടൽ റിസീപ്റ്റിൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതി. ഇനി ടോട്ടൽ പേയ്മെൻറ്റ്സിൽ വന്നിരിക്കുന്ന ഈ എല്ലാ ഐറ്റംസുകളും ഇൻക്ലൂഡിങ് ക്യാഷ് അടക്കമുള്ളത് ടോട്ടൽ ചെയ്യുക. ആ ഫിഗർ ടോട്ടൽ ചെയ്തതിന് ശേഷം അത് ഈ പറയുന്ന നമ്മുടെ ടോട്ടൽ ഫിഗറായ 9590 എന്ന് കുറയ്ക്കുക. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അത് ടോട്ടൽ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ലഭ്യമാകുന്ന ഫിഗർ, ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4500 ആണ്. അതായത് 9590 നിന്ന് ഇത്രയും ഐറ്റംസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഫിഗർ ഫിഗർ എന്ന് പറയുന്നത് 4500 ആണ്. 4500 രൂപയാണ്. ഈ 4500 രൂപയാണ് നമ്മുടെ ക്ലോസിംഗ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ബാങ്കിലെ ബാലൻസ് എന്ന് പറയുന്നത് 4500 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഞാൻ ക്വസ്റ്റ്യനിനകത്ത് ഓരോ ഐറ്റവും എവിടെയാണ് വരുന്നതെന്ന് പ്രത്യേകം പറഞ്ഞു. ഈ പറയുന്ന രീതിയിൽ പേയ്മെൻറ്റ്സ് ആണോ റിസീപ്റ്റ്സ് ആണോ എന്ന് പറഞ്ഞു. അതെല്ലാം ബ്രാക്കറ്റിൽ അവിടെ എഴുതി ഇട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പ്ലേസ് ചെയ്താൽ മാത്രം മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന ക്ലോസിംഗ് ഫിഗർ ക്യാഷ് ബാലൻസ്, ബാങ്കിൻ്റെ ക്യാഷ് ബാലൻസ് ആണ് നമുക്ക് എഴുതി ചേർത്താൽ മാത്രം മതി. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് 4500 വരും. ഇങ്ങനെയാണൊരു റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്ന വിധം. ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണ്. കേൾക്കാത്തവർക്കും ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.